ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാവേലിക്കര മൈജി ഫ്യൂച്ചർ അവിടെ പുതിയതായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഷോറൂമിലേക്കൊന്ന് ഓഫീസ് കഴിഞ്ഞ് നമ്മളൊന്ന് കാണാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു പഴയൊരു വീഡിയോ ആണ്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് മൈജി ഫ്യൂച്ചർ ഒന്ന് പോയി കണ്ടിട്ട് വരാം. കഴിഞ്ഞ 27-ാം തീയതി ശനിയാഴ്ചയായിരുന്നു നമ്മുടെ മൈജിയുടെ ഉദ്ഘാടനം. നവ്യ നായരായിരുന്നു അന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് പോകാൻ പറ്റില്ല, നമ്മൾക്ക് ഓഫീസുണ്ടായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ വന്നു, ഒരു നൈറ്റ് വന്നു, ഓഫീസെല്ലാം കഴിഞ്ഞ് വന്ന് കയറിയതാണ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നല്ല അസാധ്യമായ തിരക്ക് തന്നെയായിരുന്നു. ഞാൻ പോയത് ഓഫീസ് കഴിഞ്ഞൊരു 7-7:30 ടൈമിലായിരുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളൊരു ചേട്ടന് അവരുടെ അച്ഛന് വേണ്ടിയിട്ടൊരു ഫോൺ നോക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ 2-3 ഫോൺസ് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരം അതെല്ലാം നോക്കിക്കൊണ്ട് നിന്നു. ഫോൺ നമ്മൾ കുറച്ച് ടൈം എടുത്താണ് നമ്മൾ ഫോൺ എടുത്തത്. അപ്പോൾ അങ്ങനെ കറങ്ങി നിൽക്കുക നമ്മുടെ ഓഫീസിലുള്ള കുറച്ച് പേരെ അവിടെ കണ്ടായിരുന്നു. ഇരിക്കുന്നതാണ് നമ്മുടെ ശുഭചേച്ചി. അങ്ങനെ അവരായിട്ട് സംസാരിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കുറച്ച് ഷോപ്പെല്ലാം ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിരകി നടന്നു. അപ്പോൾ അതേ നോക്കിയപ്പം നമ്മൾ അപ്പുറത്ത് നിന്നിട്ട് ക്യാമറ ചേട്ടന്മാർ നമ്മളെയൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ അവിടെ നിന്നൊരു വീഡിയോ ഒക്കെ എടുത്ത്. ഇതാണ് രാഹുലൻ്റെ അച്ഛന് വേണ്ടി ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ നിന്നിരുന്നത്. അപ്പോൾ ഫോണൊക്കെ സെറ്റായി നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് അവിടെ നിന്ന് കുറേ ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ വരകി നടന്നപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ കണ്ണമ്മോനെ അവിടെ കണ്ട്. പുള്ളി അവിടെ മൈജിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫിനാൻസിൻ്റെ സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ചുറ്റും കറങ്ങി നടന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ ഹോം അപ്ലയൻസസ് എല്ലാം ഉണ്ട് അവിടെ. ഇത് നമ്മുടെ സ്വന്തം ജീഷ്മ ചേച്ചി. പുള്ളിക്കാരി ഒരു ലാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ മൊത്തത്തിലിങ്ങനെ കറങ്ങി എല്ലാം ഒന്ന് ഗാഡ്ജറ്റ്സ് എല്ലാം ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഏതാണ് എന്നൊക്കെയുള്ള അറിയാനുള്ള ഒരു ത്വര നമുക്ക് മലയാളികൾക്ക് പൊതുവേ ഉള്ളതാണല്ലോ. അപ്പോൾ നമ്മളെല്ലാം ചുറ്റി നടന്നൊന്ന് കണ്ടു, അവിടെ എല്ലാം ഒന്ന് വിരകി. അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ ഓഫറെന്ന് പറയുമ്പോൾ ചാകര പോലെ ആൾക്കാർ വന്ന് കൂടുമല്ലോ, അതാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. പക്ഷെ അത്യാവശ്യം നൈസായിട്ടുള്ളൊരു ഷോറൂമാണ്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന ഫോണായിരുന്നു നമ്മൾ പുള്ളിക്ക് വേണ്ടി എടുത്തത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു തവണ അൺബോക്സ് ചെയ്ത് കണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ചേച്ചിക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തതാണ്. ഈ കാണുന്ന കളറാണ് എടുത്തത്. നമ്മൾ കളർ സെലക്ട് ചെയ്തില്ലായിരുന്നു, പക്ഷേ എടുത്തപ്പോൾ നമുക്ക് കിട്ടി. പിന്നെ അങ്ങനെ അതെല്ലാം കണ്ടിട്ട് നേരെ നമ്മൾ മണ്ടയ്ക്കോട്ട് കയറിയായിരുന്നു. മണ്ടയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെ ഗ്രഹോപകരണങ്ങൾ കുറേ ഐറ്റങ്ങൾ അടുക്കി വെച്ചേക്കുന്ന സ്ഥലമാണ്. ഇത് നിഖിലേട്ടനാണ്. അതിൻ്റെ അടുത്ത് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ പോകാനായിട്ട് വിരകുവാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അതിനകത്ത് മൊത്തം വിരകി നടന്നു. മണ്ടയ്ക്ക് അത്യാവശ്യം സാധനങ്ങളെല്ലാം അവർ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്ന് വില നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല കളക്ഷൻസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരെയും നോക്കി. മിക്സി, ഗ്രൈൻഡർ, റെഫ്രിജറേറ്റർ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ മിക്സിയുടെ അങ്ങനത്തെയൊക്കെയുള്ള സാധനങ്ങളുടെ സെക്ഷൻസാണ്. പാത്രങ്ങൾ, കാസറോള്, അങ്ങനെയുള്ള എല്ലായിടത്തും നല്ലൊരു അത്യാവശ്യം സാധനങ്ങളെല്ലാം തന്നെ അവർ ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം അവിടെ കണ്ട് മടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരെ താഴോട്ടിറങ്ങി. അങ്ങനെ നമ്മൾ മൈജിയോട് നമ്മൾ നേരെ യാത്ര. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ഗുഡ് ബൈ.